പുതിയ പാമ്പൻ പാലത്തിലേക്ക് ട്രെയിൻ ഇതാ കയറിയിരിക്കുന്നു. വാക്കുകൾക്ക് അതീതമായ കാഴ്ചയുടെ അനുഭൂതിയാണ് ഇവിടെ നൽകുന്നത്. അത്യാവശ്യം മഴക്കാറ് കൂടി ഉള്ളതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റാണ്, നല്ല കാറ്റുമുണ്ട്. ക്യാമറയിൽ കാണുന്നതിനേക്കാൾ 10 മടങ്ങ് ഭംഗിയാണ് നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ ക്യാമറയിൽ അത്ര നല്ല രീതിയിൽ ചിലപ്പോൾ കണ്ടുവെന്ന് വരില്ല, അത് ക്ഷമിക്കണം. തീർച്ചയായിട്ടും നേരിൽ വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണിത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര അവിസ്മരണീയമായ ഒന്ന്. എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. അത് എൻ്റെ ഒരു റിക്വസ്റ്റ് കൂടിയാണ്. 2 കിലോമീറ്ററോളം നീളമുണ്ട് പുതിയ ഈ പാലത്തിന്. പഴയതിനും അത്ര തന്നെയായിരുന്നു. എന്നാലും പഴയതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് കൂടുതലുണ്ട്. ഒന്ന് വൈഡായിട്ട് എടുത്തതിൻ്റെ ചെറിയ വ്യത്യാസം കണക്കുകളിൽ കാണിക്കുന്നുണ്ട്. രാമേശ്വരത്തെ പുറംലോകവുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി 1914 പഴയ റെയിൽവേ പാലം നിലവിൽ വന്നത്. അതിനുശേഷം 2022 ആ പാലം ഉപയോഗശൂന്യമായതിൻ്റെ ഭാഗമായിട്ട് ഡീകമ്മീഷൻ ചെയ്തു. എന്നിട്ട് 2025 ഏകദേശം 111 വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയ പാലം സജ്ജമായത്. പ്രധാനമന്ത്രി ഏപ്രിൽ മാസം 6-നാണ് ഇത് നാടിന് സമർപ്പിച്ചത്. പഴയ പാലത്തിലൂടെ ഏകദേശം 5 മുതൽ 10 കിലോമീറ്റർ സ്പീഡിലാണ് ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ പാലത്തിൽ അങ്ങനെയല്ല, അത്യാവശ്യം ഒരു സ്പീഡ് എടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അതിനി വേറെ എന്തെങ്കിലും കൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും വേഗം തന്നെ പോട്ടെ. കാരണം വലിയ സുഖമില്ല അവിടെ നിൽക്കുമ്പോൾ. നല്ല കാറ്റുണ്ട്, ചെറുതായിട്ട് കൈയും കാലും വിറയ്ക്കുന്നുമുണ്ട്. ഈ പാലത്തിൻ്റെ മുകളിൽ, അതായത് മറ്റേ പാലത്തിൻ്റെ മുകളിൽ ധാരാളം വണ്ടികൾ നിർത്തിയിട്ടുണ്ട് ഈ ട്രെയിൻ പോകുന്നതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട്. കാരണം അങ്ങനെ എപ്പോഴും കിട്ടുന്നൊരു കാഴ്ചയല്ല. ബസ്സിലും കാറിലും ഉള്ള മറ്റ് യാത്രക്കാരെല്ലാവരും തന്നെ നിർത്തിയിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ട്രെയിനിലും എല്ലാവരും പരമാവധി ഡോറിൻ്റെ സൈഡ് കൈയടക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ വരണം, ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര അനുഭവമാണ് ഈ യാത്ര. ഇപ്പോൾ പാലത്തിൻ്റെ മധ്യഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഈ ഭാഗമാണ് കപ്പലുകൾക്ക് പോകാൻ വേണ്ടി ഉയർത്തിക്കൊടുക്കുന്നത്. ഇനിയും 1 കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിച്ചാൽ മാത്രമേ ഈ പാലത്തെ നമുക്ക് മറികടക്കാൻ സാധിക്കൂ. കൈ അത്യാവശ്യം കഴച്ചതിനാൽ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അങ്ങറ്റത്ത് ട്രെയിനിൻ്റെ ഒരു തല നിങ്ങൾക്ക് കാണാം. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ.